ഹായ് ഹലോ, എല്ലാവർക്കും ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ചിറ്റാറിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ചിറ്റാറിൽ അണ്ണാനും കൂടി ഉള്ള സമയത്ത് എപ്പോഴൊക്കെ പോയാലും എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അവസാനം എപ്പോഴും എത്തിപ്പെടുന്ന സ്ഥലമാണ് ലാഹ വഴി കറങ്ങി വരാമെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഈ സമയം വരെ അവർ നമ്മൾ എന്തായാലും എടുക്കണം. അപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് അധികം നടക്കുകയൊന്നും ചെയ്യാതെ എങ്കിലൊന്ന് കറങ്ങി വരാൻ പറ്റുന്ന സ്ഥലം എപ്പോൾ നോക്കിയാലും ലാഹയായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതുവഴി ഒന്ന് കറങ്ങി പോയി കുരങ്ങന്മാരെയൊക്കെ ഒന്ന് കണ്ട് വരുമ്പോഴത്തേനും അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ സാധാരണ ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് നേരം നിർത്തി ഇറങ്ങി നിൽക്കാറുള്ളതാണ്. ഇത്തവണ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം വൈകുന്നേരമായി. അതുകൊണ്ട് ഇറങ്ങിയൊക്കെ പോകുമ്പോഴത്തേന് കാട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേന് ഇരുട്ടാകത്തില്ലേ, അതുകൊണ്ട് സമയം കളയാതെ നമ്മളിവിടെ ഒന്നും നിർത്താതെ നേരെ അങ്ങ് പോവായിരുന്നു. ഈ ഫോണിൽ കൂടിയൊക്കെ കാണുന്നത് വെച്ച് നമുക്കൊരിക്കലും ഈ കാണുന്ന കാഴ്ചകളെ ഒന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അത്രയ്ക്ക് രസമാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. ഓരോ വളവ് കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഉള്ള വ്യൂ എന്ന് പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ ശബരിമലയിലെ വനാന്തരങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ലാഹ. ശബരിമല കാനനപാത, എന്താ പാത? കാനന തന്നെ. പുണ്യപുരാതനമായിട്ടുള്ള പാതയ്ക്ക് എന്തോ ഒരു ഇത് പറയുന്നുണ്ട്. വനം ആരംഭിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്നും ഘോരവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമ്പരചുംബികളായ മരങ്ങൾ നിങ്ങൾ കാണുന്നില്ല. അങ്ങനെ നമ്മൾ കാട്ടിനകത്തോട്ട് കയറി. ഈ കാട്ടിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എനിക്കിപ്പോൾ കുറച്ച് വർഷമായിട്ട് മാത്രമാണ് അറിയാവുന്നത്. ആൾക്കാർ താമസിക്കുന്ന കുടിലുകളാണ്. മേളുണ്ട്. കേട്ടോ, കുരങ്ങനുണ്ടോ നോക്കണടാ. പിന്നെ നീ പെരുക്കെ പോടാ. മാമച്ചി വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെയൊക്കെ ഫോട്ടോ കാണിച്ചു തരും മക്കൾക്ക്. അതിന്റെ ഉണ്ട് അങ്ങ് ബാക്കിലുണ്ടായിരുന്നു മലയുടെ ആ മരത്തിന് മുകളിൽ, അങ്ങ് മലയുടെ മുകളിൽ. മലയണ്ണാൻ ഞാൻ പറഞ്ഞില്ലടാ അവിടെ കിട്ടത്തില്ലടാ. രണ്ടെണ്ണം മൂന്നെണ്ണം പോയി അങ്ങോട്ട് പോയി മക്കൾക്ക് കാണാൻ പറ്റില്ല കുഞ്ഞാ. മക്കൾക്ക് കാണാൻ പറ്റുന്ന വരുമ്പോ അമ്മ അമ്മരെല്ലാം താഴ്ത്ത് വരുന്നുണ്ടോ? അങ്ങ് മലയുടെ മുകളിൽ കണ്ടോ പറ്റി കിട്ടാ? സിംഹവാലം കുരങ്ങ് കണ്ടോ? കണ്ടോ? മാമച്ചിയുടെ ഫോണിൽ കണ്ടല്ലോ, ക്യാമറയിൽ കണ്ടോ? ക്യാമറ നോക്കും മക്കളെ.
കണ്ടോ കണ്ടോ സ്ലോ മോഷൻ ആക്കിയാ ഹായ് അമ്മ ഹായ് അമ്മ പൊന്നണ്ണനെ കണ്ടോ ബുക്കറ്റ് കണ്ടോ അണ്ണൻ 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 ചേച്ചിക്കുട്ട അപ്പൊ. ഇവിടെ ഉണ്ടല്ലോ മാമിച്ചി ഇടയ്ക്ക് ഒരു ആനയുടെ വീഡിയോ കാണിച്ചു തന്നില്ലേ അത് ഇവിടുന്ന് എടുത്തതേ അപ്പൊ നോക്കണം സൈഡിൽ നോക്കണം ആനയോ കൊരങ്ങോ സിംഹവോ ഡിനോഷറോ ഒക്കെ ഉണ്ടോന്ന് അങ്ങി വേറെ ബുക്കറ്റ് അല്ല ബുക്കറ്റ് അങ്ങി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ കാട്ടിൽ കയറി എടാ ബുക്കറ്റ് അയ്യോ, ഇത്ര അതാ അതാ ബുക്കറ്റ് മുത്തിക്കുങ്ങേ ആ മൊത്തം അവിടെ കുരങ്ങ് പോലത്തെ setup ഉണ്ടല്ലോ. അയ്യോ അതാ ബാ ബുക്കറ്റ് അതാ അല്ല ബുക്കറ്റ് കുച്ചി കുച്ചി ഫോട്ടോ എടുത്തോ അങ്ങി ആ, ഇവനെ. ബാ ബുക്കറ്റ് അങ്ങി മങ്കി അവിടെ ഉണ്ടല്ലോ പറയുന്നു. നിർത്തിയാൻ നിർത്തിയാൻ ഏ? എടുക്കുന്ന കൊച്ചു മങ്കിയെ കിട്ടിയോ ആ ഇനി വേറെ മങ്കിയെ കാണാൻ പോവാമേ എടുത്തിരുത്താൻ മതി ചിലപ്പോ പുലിയൊക്കെ ഈ മരത്തിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്തവണത്തെ കേരള സർക്കാരിന്റെ അവാർഡൊക്കെ വാങ്ങിക്കാൻ ഇതിനകത്തൊക്കെ ആള് താമസമുണ്ടോ? ഇങ്ങോട്ടല്ലേ ഒക്കെ എടുത്തോടിയാ മരത്തിന്റെ ഒക്കെ പാനി ഇറങ്ങുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇറങ്ങണം ആനയിറങ്ങും മാമലയിൽ നിന്ന് കേട്ടിട്ടില്ലേ ഇവിടെ കുറയുന്നു ഞാനതാ തണ്ണണി ഫ്രണ്ടിലോട്ട് നോക്കുന്നത് പോലീസ് തന്നെയാണ് അല്ല ഒപ്പിച്ചിക്കുട്ട പോലീസ് ആ പോലീസ് അങ്ങനെ ഞങ്ങൾ സിംഹവാലം കുരങ്ങനെയും നോർമൽ കുരങ്ങനെയും മലയണ്ണാനെയും എന്താണ് തീവിഴിഞ്ഞോ അങ്ങനെ എന്തോ ആ കിളിയുടെ പേര് പറഞ്ഞ് അതിനെയൊക്കെ കണ്ട് പോന്നു. സാധാരണ ഇവിടെ വന്ന് നമ്മൾ ആ വഴി നേരെ അങ്ങ് പോവുക ചെയ്യുന്നത്, നിലയ്ക്കലിലോട്ട് പോകാറില്ല. ഇത്തവണ നിലയ്ക്കൽ വരെ ഒന്ന് പോയി വരാമെന്നോർത്ത്. എങ്ങനെ ഇവിടെ ഇവിടെ വൈകിട്ട് തിരിച്ചു വരുമ്പോ ചിലപ്പോ അവിടെ കാട്ടുപോത്തൊക്കെ നിൽക്കും. Oh my God. ഇവിടോട്ട് നമ്മൾ കയറിയിട്ടില്ല. ഇല്ല, ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇവിടോട്ട് വന്നില്ല. ശബരിമലയ്ക്കുള്ള പമ്പിങ് അല്ലേ ഇവിടെ നിന്ന്? അതെ ഇത്
അങ്ങനെ ഞങ്ങൾ രണ്ട് സൈഡിലും വല്ല ആനയോ പുലിയോ വല്ലതൊക്കെ ഉണ്ടോയെന്ന് നോക്കി പമ്പ വരെ പോകണോ നിലയ്ക്കൽ വരെ പോകണോ എന്നുള്ള സംശയത്തിൽ പോയി അവസാനം നിലയ്ക്കൽ വരെ തന്നെ പോയി തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു. പോയി നോയിച്ചേ പോയിട്ടാ ഓക്കെ നോയിച്ചേ ചിങ്കി ചൊക്കി ചാക്കി ചിങ്കി ചച്ച ചിങ്കി ചക്കി ചാക്കി ചിങ്കി ചച്ച. അയ്യോ പിറ്റി മാമച്ചി അടിച്ചെന്നെ. നിങ്ങളൊരു കളിയാക്കി വെച്ചേക്കാണ്. അയ്യോ പിറ്റി ഈ പതുക്കെ പോണേ. ഇവിടെ ഇട സൈഡിലോട്ട് നോക്കിയാണ് ചിലപ്പോൾ മൂട്ടിപ്പഴം കാണാൻ പറ്റും. മൂട്ടിപ്പഴം എന്ന് പറയുന്ന ഒരു മരത്തേല് ഈ ചുമന്ന കട്ടുറുമ്പ് കയറി കിടക്കുന്ന പോലെ ഒരു കായ ഉണ്ടായി കിടക്കും. ഇതൊക്കെയാണോ സ്പീഡ്? അത് ഇതിനകത്ത് മൂട്ടിപ്പഴം എങ്ങനെ കാണാനാ? അത് ഇട സൈഡിൽ ഏതോ ഒരു മരത്തിലുണ്ട് ഇവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക്. നീ റോഡിൽ തന്നെ നോക്കിക്കോണേ, ഇനി ചിലപ്പോൾ ആന ഇറങ്ങുന്ന സമയം. അങ്ങനെ നിലയ്ക്കൽ നിന്ന് തിരിച്ച് വീട് വരെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് പുറത്തെടുക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് എത്താനുള്ള സ്ഥലത്ത് ഞാൻ 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ വളവെന്നൊക്കെ പറഞ്ഞാൽ എജാതി വളവാ. ഈ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോഴല്ലേ വളവിന് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ പറ്റുള്ളൂ. ആ ഒരു പേടിയും പിന്നെ ഏകദേശം ഇറങ്ങി വന്നപ്പോഴത്തേന് നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എല്ലാവരെയും സുരക്ഷിതമായിട്ട് വീട്ടിൽ എത്തിച്ചു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ, ലാഹ വഴി കറങ്ങി നിലയ്ക്കൽ വരെ പോയി വന്ന ഈ കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. താങ്ക് യു.